നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ ദിവസത്തിന്റെ തുടക്കമാണ്. പ്രതീക്ഷകളൊക്കെയായി നമുക്ക് ഈ ദിവസത്തെ സ്വാഗതം ചെയ്യാം. വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായും ആദ്യമായി വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. അവിടെ ബ്രോഡ്വേയിൽ വ്യാപാര കേന്ദ്രമാണ് ബ്രോഡ്വേ. അവിടെ ഒരു ഫാൻസി കടയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 12 കടകൾ കത്തിനശിച്ചിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ് ആശ്വാസകരമായ കാര്യം. അതോടൊപ്പം ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കമാവുകയാണ്. ഉപരാഷ്ട്രപതിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ പല വാർത്തകളുണ്ട്. രാഷ്ട്രീയമായി നോക്കിയാൽ CPIയുടെ വിമർശനം അതൊരു പ്രധാന വാർത്തയായി വരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്ന വിലയിരുത്തലുകൾ നടത്തുമ്പോൾ എവിടെയൊക്കെ വീഴ്ച വന്നിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് CPI. നമുക്ക് വിശദമായി ഈ വാർത്തകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കൊച്ചിയിൽ തീപിടുത്തം. എറണാകുളം ബ്രോഡ്വേയിൽ 12 കടകൾ കത്തിനശിച്ചു. തീ നിയന്ത്രണ വിധേയം. കാസർഗോഡ് ബേക്കലിൽ വേടന്റെ സംഗീത പരിപാടിക്കിടെ അപകടം. തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക്. 6 പേർ ആശുപത്രിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി അവലോകനം ചെയ്ത് CPI. ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വിമർശനം. മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും പരാജയ കാരണമെന്ന് CPI. സംസ്ഥാന കൌൺസിൽ യോഗം ഇന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ SIT. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും വേണ്ടി അപേക്ഷ നൽകുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ. A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 3 ദിവസത്തെ തീർത്ഥാടനത്തിനെത്തുക ആയിരക്കണക്കിന് ആളുകൾ. കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തം. 12ഓളം കടകൾ കത്തിനശിച്ചു. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. തീ പടർന്നത് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് എന്നാണ് സംശയം. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ ബ്രോഡ്വേയിൽ ഒരു തീപിടുത്തം എന്നൊക്കെ പറയുമ്പോൾ അത് ഏത് നിലയ്ക്ക് വരെ വേണമെങ്കിൽ ഗുരുതരമായി പോകാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 12 കടകളുടെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു ആ ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ട് എത്രമാത്രം വലിയ തീപിടുത്തമാണെന്ന്. എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഗുഡ് മോർണിംഗ്. ഇതിൽ പ്രധാനം ശ്രീജി തുടക്കത്തിൽ പറഞ്ഞത് തന്നെയാണ്. കാരണം ഈ ബ്രോഡ്വേ പരിസരത്ത് ഒരു തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ചുറ്റുപാടുകൾക്കെല്ലാം തന്നെ സംഭവിക്കും. വലിയ ഗുരുതരാവസ്ഥയിലെല്ലാം പോകുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ മാറ്റമൊന്നുമില്ല. 2 കടകൾ ഏതാണ്ട് പൂർണ്ണമായി ഫാൻസി സ്റ്റോഴ്സുകളെല്ലാമാണ് ഉള്ളത്. ആ ഭാഗത്ത് കൂടുതലായും ഇവിടെയുള്ളത് ഫാൻസി സ്റ്റോഴ്സുകളാണ്. ഇത് 2 കട പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ പ്ലാസ്റ്റിക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും മറ്റും കൂടുതലായിട്ട് ഉള്ള ഒരു ഇടങ്ങൾ കൂടിയാണ്. അത് പൂർണ്ണമായും കത്തി നശിച്ചു. ചുറ്റുപാടുകളിലെ കടകളിലേക്ക് ഏതാണ്ട് 12ഓളം കടകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. പക്ഷെ ഫലപ്രദമായി അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്നതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കാണുന്നതിനപ്പുറത്തേക്ക് ഇതിന്റെ ഒരു വ്യാപ്തി എത്തുമായിരുന്നു. പക്ഷെ 2 കടകൾ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് ഈ ചുറ്റുപാടുകളിൽ നിന്നുള്ള ഒരു തീ പടർന്നതാവാം. മാലിന്യങ്ങളിൽ തീ പടർന്ന അതിൽ നിന്ന് പടർന്നതാകാമെന്നൊരു പ്രാഥമിക അനുമാനമുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും കൂടി പൂർണ്ണമായും കൂടി പരിശോധിക്കണമെന്ന് അഗ്നിശമന സേനാംഗങ്ങൾ പറയുന്നു. അപ്പോൾ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അതെന്ത് കാരണമാണ് എന്നത് സംബന്ധിയായ ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു ഉത്സവ സീസൺ കഴിഞ്ഞു വരുന്ന ഒരു സമയമാണിത്. കാരണം ക്രിസ്മസിനെല്ലാം തന്നെ നമുക്കറിയാം ബ്രോഡ്വേയും പരിസരവും എല്ലാം തിങ്ങി നിറഞ്ഞ് വലിയ രീതിയിൽ ആളുകൾ അവിടെയുള്ള കടയുടമകൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വിൽപ്പന നടത്തി അങ്ങനെയെല്ലാം പോകുന്ന ഒരു സീസണിൽ കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായും ഇത് ആ സീസണിൽ തന്നെയാണ് ഉള്ളത്. ആ ഒരു സമയത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ കടയുടമകൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് പുലർച്ചയോടുകൂടിയാണ് 3 മണിക്ക് ആ ഒരു സമയത്താണ് അർദ്ധരാത്രി പിന്നിട്ടതിന് ശേഷമാണ് ഒരു തീപിടുത്തം ഉണ്ടായത് എന്നതാണ് അറിയാവുന്നത്. പക്ഷെ
വലിയ രീതിയിൽ ഫയർഫോഴ്സ് അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും എത്തി തീ ഒരു പരിധിവരെയെങ്കിലും ആ സമയത്ത് കൂടുതൽ ഇടങ്ങളിലേക്ക് പടരുന്നതിന് ഏതായാലും 12ഓളം കടകളിൽ പടർന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അത് വലിയ രീതിയിലേക്ക് മറ്റു കടകളിലേക്ക് ഒരു പരിധിവരെയെങ്കിലും വലിയ കത്തിയമരാതിരുന്നതിന് ഇവരെ ഒരു ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. 2 കടകൾ പൂർണ്ണമായിട്ട് തന്നെ കത്തിയിട്ടുണ്ട്. 12ഓളം കടകളിലേക്ക് തീ പടർന്നിട്ടുണ്ട്. കൂടുതൽ ഇടങ്ങളിലേക്കെല്ലാം അത് ബ്രോഡ്വേ എന്ന് പറയുന്നത് ചുറ്റുപാടും കടകൾ ഏതാണ്ട് കിലോമീറ്റർ ദൂരത്തോളം തന്നെ ആ കടകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ്. എറണാകുളം മാർക്കറ്റ് സമീപത്തുണ്ട്, മറ്റു കടകളുമുണ്ട് ബ്രോഡ്വേ പരിസരത്ത്. ഈ പരിസരത്തേക്ക് എല്ലാം തീ പടരുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് പോകുമായിരുന്നു. എങ്കിലും ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ ഇടപെടാനും എല്ലാം തന്നെ സാധിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിലും കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് അഗ്നിരക്ഷാ സേന പറയുന്നു. പോലീസും അത് തന്നെയാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള തീയാണ് പടർന്നത്, എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം തന്നെ പടർന്നു പിടിച്ചതെന്നെല്ലാം തന്നെ സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണം വിശദമായ രീതിയിൽ തന്നെ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് പുലർച്ചെ ആളപായമൊന്നുമില്ല. സാധാരണ ഈ കടകളിലെല്ലാം തന്നെ ചിലപ്പോഴെങ്കിലും ചില ജീവനക്കാരെങ്കിലും കിടന്നുറങ്ങുന്ന ഒരു പതിവ് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും തീ പടർന്നു. 12ഓളം കടകൾ അത് വലിയ രീതിയിൽ ബാധിക്കാതെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ 2 കടകൾ പൂർണ്ണമായിട്ട് തന്നെ കത്തിയമർന്നു എന്നത് തന്നെയാണ് ശ്രീജ. ഡാനി, ആരും അവിടെ ഉണ്ടായിരുന്നില്ല എന്നത് അത്ഭുതകരമാണ്. പ്രത്യേകിച്ച് ഈ കടകളിലൊക്കെ ആളുകൾ കിടന്നുറങ്ങുന്നതൊക്കെ പതിവാണല്ലോ. പക്ഷേ നമുക്കറിയാം ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത, ഒരു തൊട്ടാണ് കടകൾ. അപ്പോൾ പലപ്പോഴും നമ്മൾ കോഴിക്കോട് മിഠായി തെരുവിലൊക്കെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റിയും പെട്ടെന്ന് തീയണയ്ക്കാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ അങ്ങോട്ട് എത്താൻ പോലും പറ്റാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ ബ്രോഡ്വേയിൽ ഈ തീപിടിച്ച ഭാഗം എങ്ങനെയാണ് ഈ വിവരം പുറത്തേക്ക് അറിഞ്ഞത്? ബ്രോഡ്വേ തീപിടുത്തമുണ്ടായത് ഈ കടകളിലെല്ലാം ഒന്നും ആളുകളില്ല എങ്കിൽ കൂടിയും മറ്റിടങ്ങളിൽ പലരും തന്നെ ഈ ജീവനക്കാർക്ക് സമീപത്തുള്ള ഈ ലോഡ്ജുകൾ പോലുള്ള ചിലവർക്ക് താമസ സൗകര്യം പോലുള്ള ഏർപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എങ്കിലും നമുക്കറിയാം ബ്രോഡ്വേ പരിസരം ഒരിക്കലും വിജനമാറില്ല, ഒരിക്കലും ആളില്ല എന്ന രീതിയിലേക്ക് വരാറില്ല. പലപ്പോഴും തന്നെ പലരും അവിടെ തങ്ങുന്നവരുണ്ട്, കടകളുടെ ഓരങ്ങളിൽ കഴിയുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ അവിടെ ശ്രദ്ധിക്കപ്പെടാം. മാത്രവുമല്ല നഗര ഹൃദയം തന്നെയാണത്. പെട്ടെന്ന് തീ പടർന്നാൽ പിന്നെ പോലീസ് പെട്രോളിംഗ് സംവിധാനം അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത് അറിഞ്ഞു. ഉടൻ തന്നെ അതിനനുസരിച്ച് ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നു. ചുറ്റുപാടും തന്നെ ഇപ്പോൾ ക്ലബ് ഫയർ സ്റ്റേഷനും അതോടൊപ്പം തന്നെ സമീപത്തുള്ള മറ്റ് ഫയർ സ്റ്റേഷനുകളെല്ലാം ഉണ്ട്. പനമ്പള്ളി നഗർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഏകോപനം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് ഇവിടേക്ക് ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങളെല്ലാം തന്നെ എത്താനായിട്ട് സാധ്യമാകുന്നു. അങ്ങനെയാണ് പെട്ടെന്ന് പ്രതിരോധിക്കുക എന്ന രീതിയിലെല്ലാം തന്നെ കഴിഞ്ഞത്. ബ്രോഡ്വേയിലെ ഒരു ഭാഗത്ത് കടകളിൽ തിങ്ങി നിറയുന്ന ഒരു ഭാഗത്തേക്ക് കടന്നു ചെല്ലുക കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എല്ലാം കെട്ടിടങ്ങളും അതിന്റെ ചുറ്റുപാടുകളും ചാർത്തുകളും എല്ലാം കടകൾ നിറഞ്ഞ ഒരു മേഖലയാണ്. ഇവിടെയും ഏതാണ്ട് അതുപോലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾക്ക്, അഗ്നിരക്ഷാ സംവിധാനങ്ങൾക്ക് അവർക്ക് കടന്നു ചെല്ലാവുന്ന റോഡുകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് ഒരു ഇടപെടലും അടക്കം സാധ്യമായതെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടാകുന്നു. 2 കടകൾ പൂർണ്ണമായും തന്നെ കത്തി അമരുന്നു. അതിനും അപ്പുറത്തേക്കുള്ള ഒരു വലിയ നാശനഷ്ടത്തിലേക്ക് കുറേയൊക്കെ ഭാഗ്യം കൊണ്ടും അതിലേറെ പരിശ്രമം കൊണ്ടും തന്നെയാണ് തീപിടുത്തം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ ബ്രോഡ്വേയിൽ ഫാൻസി കളിപ്പാട്ട കടകൾക്ക് തീപിടിച്ച് 2 കടകൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നു. എന്തായാലും ആളപായമില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. രാത്രി വൈകിയാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ സേന വളരെ കാര്യമായി പ്രയത്നിച്ചാണ് അങ്ങനെ ഒരു മറ്റ് ഇടങ്ങളിലേക്ക്, കൊച്ചിയിലെ ബ്രോഡ്വേയിൽ പോയിട്ടുള്ളവർക്കറിയാം, അത് തൊട്ട് കടകളുള്ള ഒരു കടയിൽ തീപിടിച്ചാൽ അത് ആ ഭാഗത്തേക്ക് മുഴുവൻ പടരുന്ന തരത്തിൽ അടുത്തടുത്ത് കടകളുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഉണ്ടായ തീപിടുത്തം ഈ തരത്തിലെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ശ്രീധർ തിയേറ്ററിനോട് ചേർന്നുള്ള ഭാഗത്തെ ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാം. ഇനി അടുത്തത് ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത. കാസർഗോഡ് ബേക്കലിൽ ഇന്നലെ രാത്രി വേടന്റെ സംഗീത പരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 15 പേർ ആശുപത്രിയിൽ. കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, വേടന്റെ പരിപാടി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടേക്ക് ആളുകൾ കൂടുതൽ എത്താൻ സാധ്യതയുണ്ട്. ബേക്കലിൽ എന്താണ് സംഭവിച്ചത്? ഇതോടൊപ്പം ഇതിനടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ ഒരാൾ ട്രെയിൻ ഇടിച്ചു മരിച്ചതായുള്ള വിവരങ്ങളും കാണുന്നുണ്ടല്ലോ.
തീർച്ചയായും ശ്രീജ, ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ബേക്കൽ കോട്ടയോട് തൊട്ട് സമീപമുള്ള പള്ളിക്കര ബീച്ച് ഫെസ്റ്റിവലാണ്. ആ ഫെസ്റ്റിവലിൽ ഈ ബേഡന്റെ പരിപാടിക്കിടെ പ്രദേശത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആരാധകർ ഈ പരിപാടി കാണാൻ എത്തിയതോടുകൂടിയാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ശാരീരിക അസ്വസ്ഥമുണ്ടായി. അതിൽ 6ഓളം പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിയുടെ തന്നെ വാർത്താക്കുറിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ശ്വാസ തടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് പോയി എന്ന ഒരു വിവരം കൂടി പോലീസ് അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകൾ, അതായത് ഈ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്ന് കൂടി കൂടുതൽ ആളുകൾ വന്നതോടുകൂടിയാണ് ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് മറ്റു ജില്ലകളിൽ നിന്നും ആളുകൾ നേരത്തെ തന്നെ 2 മണി 3 മണിയോട് കൂടി തന്നെ ഈ പരിപാടിക്ക് എത്തുകയും അവർ മുൻവശത്ത് സീറ്റിലിരിക്കുകയും പിന്നീട് വരുന്ന വൈകിട്ട് രാത്രിയോടുകൂടി വരുന്ന ആളുകൾക്കെല്ലാം പുറകിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഈ ആളുകളെല്ലാം മുന്നിലേക്ക് തള്ളിക്കയറിയതോടുകൂടിയാണ് വലിയ തോതിൽ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായത്. ഏതായാലും വലിയൊരു ദുരന്തം ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ പോലീസിന് അത് നിയന്ത്രിക്കാൻ പറ്റി. പക്ഷെ മറ്റൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്, ഈ പരിപാടി കണ്ട് തിരിച്ചു പോകുന്നതിനിടെ ഇതിന് സമീപത്തായി റെയിൽവേ പാളമാണ്. ആ പാളം മുറിച്ചു കടക്കുന്നതിനിടെയാണ് കൊയിലാച്ചി സ്വദേശിയായ 19-കാരൻ ദേവാനന്ദ മരണപ്പെട്ടത്. ആ റെയിൽവേ പാളത്തിന് കുറുകെ ഒരു അപകട സാഹചര്യം തന്നെയാണ് ഈ പള്ളിക്കര ബീച്ചിൽ എത്തുന്നതുള്ളത്. പ്രധാന വഴിയല്ലാതെ പല ആളുകളും ഈ റെയിൽവേ ഗേറ്റ് മുറിച്ചാണ് ഈ പരിപാടിക്ക് എത്തിയത്. എന്തായാലും പരിപാടി അല്പനേരം തടസ്സപ്പെട്ടെങ്കിലും അത് പിന്നീട് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ 10 ദിവസമായി ഈ പള്ളിക്കര ബീച്ചിൽ ഇത്തരത്തിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ റാപ്പർ ബാൻഡിന്റെ പരിപാടി സംഘടിപ്പിച്ചത്. വലിയ തോതിലുള്ള ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. അവിടെ ആ പരിസരത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ എത്തിയതാണ് വലിയ തോതിലൊരു ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് കൃത്യമായി ഇടപെട്ട് വലിയ അപകടം ഇല്ലാതെ തന്നെ ആ പരിപാടി പൂർത്തിയാക്കാൻ ഇന്നലെ സാധിച്ചു. അങ്ങനെ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ എത്തിയത് തന്നെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിന് ഇടയാക്കിയത്. വലിയൊരു അപകടം ഒഴിവായി, അല്ലെങ്കിൽ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ട ഒരു പോലീസിന്റെ ഇടപെടലിൽ. അതിലും 6 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നാണ് പോലീസിന്റെ ഔദ്യോഗികമായുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. അതിൽ ശ്വാസതടസ്സം ഉണ്ടായതിനെ തുടർന്നാണ് ഇങ്ങനെ ആശുപത്രിയിൽ ചികിത്സ തേടിയതായാലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ കൂടുതൽ ആളുകൾ ഈ പരിപാടിക്കെത്തി വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായാലും കൃത്യമായ ഇടപെടലിലൂടെ അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകാതെ തന്നെ പരിപാടി അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ചോദിക്കാം ബൈജു, അത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ഈ റെയിൽവേ ഗേറ്റ് റെയിൽവേയുടെ അങ്ങോട്ടേക്കുള്ള എൻട്രൻസ് ഒക്കെ അടച്ചിട്ട് പോലും അത് ചാടിക്കടന്നൊക്കെ ആളുകൾ ആ ഭാഗത്തേക്ക് എത്തി. അങ്ങനെ നോക്കുമ്പോൾ രാത്രി ഇതിനിടയിൽ വലിയ മറ്റപകടങ്ങൾ ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണെന്ന് തോന്നുന്നു. ഇത്രയും ആളുകളെ സംഘാടകർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ബീച്ചാണ്, അവിടെ ഓപ്പൺ സ്റ്റേഡിയം ആയതുകൊണ്ട് ആളുകൾക്ക് എത്ര വന്നാലും ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്നല്ലേ പറയാൻ പറ്റൂ? തീർച്ചയായും ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സ്ഥലം അത് പ്രത്യേകിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഒരു സ്ഥലം വളരെ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായേനെ. കാരണം ഇത് ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ബേക്കൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്താണ് റെയിൽവേ പാളം. ഇത്തരത്തിൽ നിരവധി ട്രെയിനുകൾ കടന്നു പോകുന്നതാണ്. 2 ട്രാക്കുകളുള്ളതാണ്. ആ ട്രാക്ക് മുറിച്ച് കടന്ന് കൂടുതൽ ആളുകൾ ഈ ടിക്കറ്റ് എടുക്കാതെ ഈ ഒരു ഭാഗത്തേക്ക് വരാം. അങ്ങനെ കൂടുതൽ ആളുകൾ അതിലെത്തി. മാത്രമല്ല ഇങ്ങനെ ഒരു പരിഭ്രാന്തിയും ഉണ്ടായപ്പോൾ ആളുകൾ ജീവനും കൊണ്ട് ഓടിയത് ഈ റെയിൽവേ ട്രാക്ക് ഭാഗത്തേക്കാണ്. കൂട്ടത്തോടെ ആളുകൾ റെയിൽവേ ട്രാക്ക് കടന്ന് പ്രധാന റോഡിലേക്ക് കടന്നു. അങ്ങനെ ആ ഒരു സമയത്താണ് ഈ ദേവാനന്ദ ട്രെയിൻ തട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വീഴ്ച ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം നമുക്കറിയാം വേടന്റെ പരിപാടി പല സ്ഥലത്തും സംഘടിപ്പിച്ചപ്പോഴും കൂടുതൽ ആളുകൾ എത്താറുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായാണ് ഈ വേടന്റെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾ ക്രിസ്മസ് പുതുവത്സരത്തോടനുബന്ധിച്ച് കൂടുതൽ ആളുകൾ എത്തുമെന്ന് നേരത്തെ കണക്കുകൂട്ടുന്നതായിരുന്നു. മാത്രമല്ല ഈ ഒരു പള്ളിക്കര ബീച്ചിൽ ഇത് മാത്രമല്ല വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് പള്ളിക്കര ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾ അവിടെ എല്ലാ ദിവസവും കൂടുതൽ ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് വേടന്റെ പരിപാടി കൂടിയാകുമ്പോൾ എന്തായാലും അങ്ങനെ കൂടുതൽ ആളുകൾ എത്തുമെന്ന ഒരു കണക്കൂട്ടൽ ഈ സംഘാടകർക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അത് തന്നെയാണ് ആ ഒരു സംഭവത്തിന് കാരണം. ഈ CH കുഞ്ഞുമൂതുമ MLA CH കുഞ്ഞുമൂന്റെ നേതൃത്വത്തിലുള്ള
ഒരു കമ്മിറ്റിയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഈ പള്ളിക്കര ബീച്ചിൽ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതെല്ലാം കാണാൻ വലിയ തോതിൽ ആളുകൾ, അവധി സമയം കൂടി ആയതിനാൽ കൂടുതൽ ആളുകൾ എത്തി. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും വേടന പരിപാടി കാണാൻ ആളുകൾ എത്തിയതും എല്ലാം കൂടി ആയപ്പോൾ വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം ആ ഒരു പരിപാടിക്ക് തടിച്ചുകൂടി. മാത്രമല്ല വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയത് ആംബുലൻസ് ഒക്കെ രാത്രി എത്തുന്നതും ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ പല തരത്തിലുള്ള പരിഭ്രാന്തിക്കും അത് ഇടയാക്കി. അങ്ങനെ ആളുകൾ അവിടെ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് കടക്കാൻ ആണ് ഈ റെയിൽവേ പാളം മുറിച്ചെടുക്കുന്നതൊക്കെ സാഹചര്യമുണ്ടായി. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് അത്രത്തോളം അപകടകരമായ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കടലും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്ന് പുറത്ത് കടക്കാൻ റെയിൽവേ പാളം മുറിച്ചല്ലാതെ മറ്റൊരു വഴിയില്ല. പ്രധാന ഗേറ്റ് വഴി കടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ ആ സമയത്ത് തന്നെ സംഭവ സ്ഥലത്തെത്തി കൃത്യമായി കൂടുതൽ പോലീസിനെ വിന്യസിച്ച് ഇടപെടൽ നടത്തിയത് തന്നെയാണ് ഈ ഒരു വലിയ ദുരന്തം ഒഴിവായെന്ന് പറയേണ്ടി വരും. എന്നാലും സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അതിൽ വീഴ്ചയുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരും. അത്രത്തോളം ആളുകൾ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മുൻകൂട്ടി കാണാതെ പോയോ എന്ന ഒരു സംശയം എന്തായാലും ഉണ്ട്. എന്തായാലും പരിഭ്രാന്തി ഉണ്ടാക്കുന്ന മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി എന്ന് പറയേണ്ടി വരും. അങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല ആളുകളുടെയും വീട്ടിൽ നിന്നും നമുക്ക് പോലും കോളുകൾ വിളികൾ വരുന്ന സാഹചര്യം ഉണ്ടായത്. എന്താണ് പള്ളിക്കര ബീച്ചിൽ സംഭവിക്കുന്നതെന്ന് ചില മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ പെരുപ്പിച്ചൊക്കെ വാർത്തകൾ നൽകുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് കൂടുതൽ ആളുകളിലേക്ക് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും വളരെ അവസാനം അത് പോലീസ് ഇടപെട്ട് സമാധാനപരമായി തന്നെ അത് സമാപിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ്. ഏതായാലും ഒരാൾ മരിച്ചു എന്ന ഒരു സങ്കടകരമായ ഒരു വാർത്ത കൂടി ബേക്കൽ ബീച്ചിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ശരി, കെ.വി. ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു ബേക്കലിൽ. ആ പരിപാടിക്കിടെയാണ് തിക്കിലും തിരക്കിലും പെട്ട് 15ഓളം പേർക്ക് പരിക്കേറ്റത്. കൂടുതൽ അപകടമില്ലാതെ പോലീസിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് കൂടുതൽ അപകടമുണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷെ അപ്പോഴും ഈ പരിപാടി കഴിഞ്ഞ് പോവുകയായിരുന്നു ഒരു കുട്ടി ട്രെയിൻ ഇടിച്ച് മരിച്ചു. മറ്റ് വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് SIT ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പുതിയ കണ്ടെത്തലുകളും അറസ്റ്റുകളുടെ വിശദാംശങ്ങളും SIT കോടതിയെ അറിയിക്കും. ഡി മണിയെയും ഇന്ന് ചോദ്യം ചെയ്യും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, കേസൊരു വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. നമുക്ക് പരിചിതമായ പേരുകൾക്ക് അപ്പുറത്തേക്ക് ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നത് ഒരു പക്ഷേ ഇന്നത്തെ റിപ്പോർട്ടിലായിരിക്കും അറിയുക. സ്മാർട്ട് ക്രിയേഷൻ CEO അടക്കം കസ്റ്റഡിയിലെടുത്തതിന് ശേഷമുള്ള റിപ്പോർട്ട് എന്ന നിലയ്ക്ക് ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നത്? ശ്രീജ, കോടതി കഴിഞ്ഞ തവണയെല്ലാം തന്നെ ഇതിൽ ഇടപെടുമ്പോൾ ഇതിനു മുൻപ് നിശിതമായ വിമർശനം അന്വേഷണ സംഘം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതിൽ വലിയ രീതിയിലേക്ക് കോടതി വിമർശിച്ചിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ അന്വേഷണം മരവിപ്പിച്ച ഒരവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മരവിച്ച ഒരവസ്ഥയിലേക്ക് പോകുന്നു, മറ്റാരെങ്കിലേക്കും ചെല്ലാനായിട്ട് കഴിയാതെ പോകുന്നത് അടക്കമുള്ള ഒരു വിമർശനം ഉണ്ടായതിന്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉടനെയാണ് പിന്നീട് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും എല്ലാം തന്നെ കടക്കുകയും കൂടുതൽ പേരുകൾ ഇതിലേക്ക് വരികയും എല്ലാം ചെയ്തത്. പക്ഷെ ഈ അന്വേഷണത്തിൽ എന്തുമാത്രം കാതലുണ്ട്, എവിടെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ഇന്ന് കോടതിക്ക് മുൻപാകെ സമർപ്പിക്കും. ഇതിൽ എത്രമാത്രം അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ഇതിൽ പറയുന്ന പോലെ പുറത്ത് ഈ കേൾക്കുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശരിവെക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം പുതിയതായ വെളിപ്പെടുത്തലല്ല, ചോദ്യം ചെയ്യലുകളും അറസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഡി മണി അടക്കം ഇന്ന് ചോദ്യം ചെയ്യുമെന്നെല്ലാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമാണ്. രാഷ്ട്രീയ ഇടപെടലിൽ കൂടുതൽ ആളുകൾ ഈ ബോർഡുമായി ബന്ധപ്പെട്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെയാണ് പുതിയ കണ്ടെത്തലുകൾ, മാത്രവുമല്ല ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയവർ അവരേതെല്ലാം രീതിയിൽ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടിരുന്നു, പോറ്റിയും മറ്റ് ആളുകളുമായിട്ട് ഇതിൽ ആസൂത്രിതമായ ഒരു ഗൂഢാലോചന വലിയ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട് എന്ന കാര്യം സുവ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നീങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും കണ്ടെത്തലുകളും കാര്യങ്ങളുമാണ് ഈ റിപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും വിലയിരുത്തലും വിധേയമായിട്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്.
അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തലുകൾ കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ വളരെ പ്രധാനമുള്ളതാണ്. അത് മാത്രവുമല്ല, കോടതി അതിൽ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത്, കോടതിയുടെ നിരീക്ഷണം അതിൽ എന്താണ് എന്നതെല്ലാം ഈ അന്വേഷണ സംഘത്തിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്നതാണ്. ശ്രീജ. ശരി, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കഴിഞ്ഞ തവണ കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ഈ കേസ് ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന ആശങ്കയടക്കം കോടതി പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷമുള്ള റിപ്പോർട്ട് SITക്ക് എന്തെങ്കിലും താല്പര്യങ്ങളുണ്ടോ എന്നടക്കം ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഇന്നത്തെ ഇടക്കാല റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഉണ്ടാവുക, കോടതി എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക എന്നത് നമുക്ക് ആകാംക്ഷയോടെ നോക്കാം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിക്കും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനുമായി SIT ഇന്ന് കസ്റ്റഡി അപേക്ഷയും നൽകുന്നുണ്ട്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. റിമാൻഡ് കാലാവധി കഴിയുന്നതിനെ തുടർന്ന് പത്മകുമാറിനെയും ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുണ്ട്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ രണ്ടുപേരുടെയും കസ്റ്റഡി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവർക്ക് ഏത് രീതിയിലാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് കേവലം ചെറിയൊരു വട്ടത്തിൽ നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് മാനങ്ങളുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കസ്റ്റഡി അപേക്ഷ? തീർച്ചയായും ശ്രീജ, കേസിൽ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കൂടുതൽ ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. ഇവർക്കായി കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. വരും ദിവസങ്ങളിലാകും ഈ അപേക്ഷ കോടതി പരിഗണിക്കുകയും ചെയ്യുക. കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഈ പ്രതികൾ ശ്രമിച്ചിരുന്നു എന്നാണ് ഇവരുടെ അറസ്റ്റിന് ശേഷം നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്വർണം വേർതിരിച്ചത് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചത്. ഇതെല്ലാം കേസിൽ വലിയൊരു വഴിത്തിരിവായി മാറുകയും ചെയ്തു. എന്തായാലും സ്മാർട്ട് ക്രിയേഷൻസ് കമ്പനിയിൽ നിന്നും ഈ വേർതിരിച്ച സ്വർണം ഗോവർദ്ധന്റെ കയ്യിൽ എത്തിയിരുന്നതായാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതാണ് കോടതിയിൽ അന്വേഷണ സംഘം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ലാതെ മറ്റു പ്രതികൾക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. ഇതുപോലെ തന്നെ കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് CPM നേതാവുമായ പത്മകുമാറിന്റെയും റിമാൻഡ് കാലാവധി ഇന്ന് കഴിയും. പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊല്ലം വിജിലൻസ് കോടതിയിലാകും ഹാജരാക്കുക. പത്മകുമാർ ജാമ്യഹർജി സമർപ്പിച്ചിരുന്നു, ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ചിരുന്നു. ഈ ജാമ്യമെല്ലാം തന്നെ, ഈ ഹർജികളെല്ലാം തന്നെ കോടതി നിരസിച്ച സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുന്നതോടുകൂടി ജാമ്യഹർജിയും കൂടി കോടതി പരിഗണിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീജ. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിച്ചു. രോഗബാധിതയായി ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ. രഞ്ജിത്ത്, ഖാലിദ സിയ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട രാഷ്ട്രീയമായി ഉള്ള പേരുകളിലൊന്നായിരുന്നു. അവരാണിപ്പോൾ വിടവാങ്ങുന്നത്. പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഇങ്ങനെ കലുഷിതമായിരിക്കുന്ന സാഹചര്യത്തിൽ ഖാലിദ സിയയുടെ മകൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തി ഒക്കെയുള്ള ഒരു സാഹചര്യത്തിനിടയിലാണ് അവരുടെ മരണവാർത്ത വരുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും ശ്രീജ, ബംഗ്ലാദേശിന്റെ 4 പതിറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ അസമത്വത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് ഖാലിദ സിയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 തവണ അവർ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ ഏറിയിട്ടുണ്ട്. 2017 18 വർഷത്തോളം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട്, അത് ഷെയ്ഖ് ഹസീനയും ഖാലിദ സിയയും തമ്മിലുള്ള പരസ്പര വൈരാഗ്യം, രാഷ്ട്രീയമായി ഇവർ തമ്മിലുള്ള നിരവധി പ്രശ്നങ്ങൾ, ഇതിന്റെ പേരിൽ 18 വർഷത്തോളം അഴിമതി കേസുകളിൽ തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് പോയതിനു ശേഷം ഹസീന സ്ഥാനഭ്രഷ്ടയായതിനു ശേഷമാണ് ഇവർ ജയിൽ മോചിതയായതും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെ ഇപ്പോഴും വല്ലാത്ത അസ്ഥിരതയാണ്. വലിയ ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമുണ്ട്. ശക്തയായ ഒരു നേതാവിൻ്റെ അഭാവം ബംഗ്ലാദേശിനുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് ഇത്ര വലിയ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഫോബ്സ് മാഗസിൻ്റെ അടക്കം രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ വനിത എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ച ഒരാൾ കൂടിയാണ് ഖാലിദ സിയ എന്ന് നമ്മൾ ഓർക്കണം. 1991 മുതൽ 96 വരെയും 2001 മുതൽ 2006 വരെയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി അവർ സ്ഥാനമേൽക്കുകയും അധികാരത്തിൽ തുടരുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. നമുക്കറിയാം, ഈ ആദ്യ സ്ത്രീയായി 1945 ഓഗസ്റ്റ് 1991 അധികാരത്തിലെത്തിയ സമയം മുതൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വരുന്ന ഒരു സ്ത്രീയായി അവർ മാറിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു.
വലിയ കടുംപിടുത്തമുള്ള ഒരു ഭരണാധികാരി എന്നാണ് ബംഗ്ലാദേശിലെ ജനങ്ങൾ അവരെ ഓർത്തെടുക്കുന്നത് എന്ന് പ്രധാനപ്പെട്ട ഒന്നാണ്. ബെനസീർ ഭൂട്ടോയ്ക്ക് ശേഷം ഇസ്ലാമിക ലോകത്തിൻ്റെ ബഹുമതി നേടുന്ന രണ്ടാമത്തെ സ്ത്രീ കൂടിയായിരുന്നു ഖാലിദ സിയ. നമുക്കറിയാം, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ വനിതകൾ ഭരണതലത്തിലെത്തുക എന്നുള്ളത് വളരെ അപൂർവമായിരുന്നു. അതിലേറ്റവും ശക്തിയായ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരാളായി ഇവർ മാറുകയായിരുന്നു. 1970കളുടെ അവസാനമാണ് നമുക്കറിയാം BNP എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുകയും അതിനുശേഷം ഖാലിദ സിയ അതിൻ്റെ അധികാര കേന്ദ്രമായി മാറുകയും മറ്റും ചെയ്യുന്നത്. ഒരുപാട് ചരിത്രമുള്ള ഒരു സ്ഥലം കൂടിയാണ് ബംഗ്ലാദേശ്. അവിടെ 91 പൊതു തെരഞ്ഞെടുപ്പിലൂടെയാണ് ഖാലിദ ജനങ്ങളുടെ ഇഷ്ടം നേടുകയും തുടർന്ന് അധികാരത്തിൽ വരികയും മറ്റും ചെയ്തത്. വലിയ തോതിൽ 96-ൽ കുറച്ചു കാലം മാത്രം അധികാരത്തിലുണ്ടായിരുന്ന ഭരണകൂടത്തിലും ഖാലിദ സിയ സാന്നിധ്യമായിരുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വീണ്ടും 2001-ലാണ് അവർ വീണ്ടും അധികാരത്തിലേക്ക് വരുന്നത്. തുടർച്ചയായ 5 പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിന്ന് ഖാലിദ സിയ തെരഞ്ഞെടുപ്പുകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. 2004-ലും 2005-ലും 2006-ലും വിവിധ സ്ഥാനങ്ങളിലായി ഫോക്സ് മാസികയുടെ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ വനിതകളുടെ പട്ടികയിൽ ഖാലിദ സിയ ഇടം പിടിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. 2006-ലാണ് അവരുടെ ജീവിതത്തിലെ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൽ 2007-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളും മറ്റും ഉണ്ടായി. രക്തച്ചൊരിച്ചിൽ ഒക്കെ ഉണ്ടാകുന്ന സംഭവം ഉണ്ടായി. വല്ലാത്ത അസ്ഥിരതയിലൂടെ ബംഗ്ലാദേശ് കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. ഈ സമയത്താണ് ഷെയ്ഖ് ഹസീന കരുത്താർജിക്കുകയും അവർ അധികാരത്തിൽ വരികയും മറ്റും ചെയ്തത്. തുടർന്ന് ഖാലിദ സിയയ്ക്കും 2 മക്കൾക്കും എതിരായ അഴിമതി കേസുകൾ ചാർജ് ചെയ്യുകയും തുടർന്ന് 17 വർഷത്തോളം അവർക്ക് ശിക്ഷ തുടർച്ചയായ വിചാരണയ്ക്കൊടുവിൽ ശിക്ഷ വിധിക്കുകയും മറ്റും ചെയ്ത പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നീട് ഷെയ്ഖ് ഹസീന അധികാരഭ്രഷ്ടയായി രാജ്യം വിട്ടതിന് ശേഷമാണ് ഖാലിദ സിയ ജയിൽ മോചിതയായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബംഗ്ലാദേശ് പ്രസിഡന്റ് 2023-ലെ ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീനാണ് ഇവരുടെ മോചനത്തിനും മറ്റും ഉത്തരവിട്ടത്. അതിനുശേഷമാണ് ഇവർ പുറത്തേക്ക് വരികയും തുടർന്ന് അസുഖബാധിതയായിരുന്നു ജയിലിൽ വെച്ച് തന്നെ. ദീർഘകാലമായി അവർ ചികിത്സയിൽ തുടരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായി ആരോഗ്യനില വളരെ വഷളായ ഖാലിദ സിയയെ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം ഇവരുമായി ബന്ധപ്പെട്ട ആരോഗ്യസ്ഥിതിയിലൊക്കെ ഒരുപാട് ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അമ്മയെ കാണാനായാണ് മകൻ നാട്ടിലേക്ക് ബംഗ്ലാദേശിലേക്ക് 17 വർഷത്തിന് ശേഷം തിരിച്ചെത്തുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ ഖാലിദ സിയയുടെ മകൻ തയ്യാറായി എത്തിയിരിക്കുന്നു. ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രികയും മറ്റും നൽകിയത്. ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഖാലിദ സിയയുടെ മരണവാർത്ത എത്തുന്നത് ദുഃഖകരമാണ്. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ലോകം തന്നെ ഏറ്റവും ശക്തയായ വനിതകളിൽ ഒരാളായി വിലയിരുത്തിയ ഒരു വ്യക്തിത്വമാണ് ബീഗം ഖാലിദ സിയ. പക്ഷേ 2 സ്ത്രീകൾക്കിടയിലുള്ള രാഷ്ട്രീയ പോരിൽ അവർക്ക് ഒരുപക്ഷെ അവരുടെ ആരോഗ്യം പോലും അതിന് ഒരു വിലയായി കൊടുക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വരും. കാരണം ചികിത്സയ്ക്ക് വിദേശത്ത് പോകാൻ പോലും അവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. എങ്ങനെയായിരിക്കും ലോകരാഷ്ട്രീയ ചരിത്രത്തിൽ ബീഗം ഖാലിദ സിയ രേഖപ്പെടുത്തപ്പെടുക? ലോകരാഷ്ട്രീയത്തിൽ തന്റേതായ ഒരു ഇടം രേഖപ്പെടുത്തിയ ഒരു വനിതയാണ് ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNP എന്ന പാർട്ടിയുടെ പരമാധ്യക്ഷ എന്ന നിലയിൽ ഒരു ബൈപോളാറിറ്റി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തിൽ 2 ധ്രുവങ്ങളായി നിന്ന് 2 വനിതകൾ. ഒരു വശത്ത് ബംഗ്ലാദേശിന്റെ അവാമി ലീഗ്, ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പാർട്ടിയായ അവാമി ലീഗ്, മുജിബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന, ഇപ്പോൾ ഇന്ത്യയിൽ അഭയത്തിലുള്ള ഷെയ്ഖ് ഹസീന ഒരു വശത്തും, മറുവശത്ത് മുൻ പട്ടാള ജനറലും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സിയാവുർ റഹ്മാന്റെ വിധവ ഷെയ്ഖ് ഖാലിദ സിയ മറുവശത്തും, ബീഗം ഖാലിദ സിയ മറുവശത്തും. ഇങ്ങനെയായിരുന്നു ബംഗ്ലാദേശിലെ രാഷ്ട്രീയം. ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടോളമായി അങ്ങനെയായിരുന്നു ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം. അവിടെ ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയെ നയിക്കുന്നതിനോടൊപ്പം തനിക്ക് ലഭിച്ച സമയത്തെ ബംഗ്ലാദേശിന്റെ ഭരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയും ആണ്. അതോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ രാഷ്ട്രീയ പീഡനങ്ങൾ അനുഭവിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും കൊടിയ ക്രൂരതകൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാരമ്പര്യവും ഖാലിദ സിയയ്ക്കുണ്ട്. അതുകൊണ്ട് ഖാലിദ സിയയുടെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഇന്ത്യ അനുകൂല നിലപാടാണ് ഷെയ്ഖ് ഹസീന പുലർത്തിയതെങ്കിൽ പലപ്പോഴും ഇന്ത്യയോട് ഒരു മിതത്വം പാലിക്കുന്ന നിലപാടായിരുന്നു ഖാലിദ സിയയുടേത്. ആ ഒരു വ്യത്യാസം എപ്പോഴും ഇന്ത്യ നോട്ടീസ് ചെയ്തിരുന്നു. എപ്പോഴെല്ലാം അവാമി ലീഗ്
ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗ് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം ബംഗ്ലാദേശ് പുലർത്തിയിരുന്നു. പക്ഷെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയോ ഷെയ്ഖ് ഹസീനയോ ഷെയ്ഖ് ഖാലിദ സിയയോ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുള്ള നിലപാടിൽ ചെറിയ മാറ്റമുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അതീവ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് ബംഗ്ലാദേശ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയത്തിലാണ്. ആ വ്യക്തിക്കെതിരെയുള്ള വധ ഉത്തരവ് അല്ലെങ്കിൽ കോടതിയുടെ മൂട്ട് കോർട്ടിന്റെ അല്ലെങ്കിൽ കാങ്കറു കോർട്ടിന്റെ ഇന്ത്യ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു സംവിധാനമല്ലത്. അങ്ങനെ ഒരു കോടതിയുടെ വിധി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ ആ പാർട്ടിക്ക് തന്നെ അവാമി ലീഗിന് തന്നെ ബംഗ്ലാദേശിൽ മത്സരിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ അധികാരത്തിലെത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായ രാഷ്ട്രീയ കക്ഷി ബീഗം ഖാലിദ സിയയുടെ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ്. അതിന്റെ പുതിയ നേതാവായി ഇംഗ്ലണ്ടിൽ 17 വർഷത്തോളം കുളിവിലായിരുന്ന മകൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എത്തി. ഇപ്പൊ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ട് ആ ഒരു വലിയ ലെഗസി ഉണ്ട്. ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന പാർട്ടിയുടെ ലെഗസി പേറിയ തീർച്ചയായും ബീഗം ഖാലിദ സിയ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായ ഒരു മരണം അത് തീർച്ചയായും ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഒരു വലിയ വിടവ് തന്നെയാണ്. പക്ഷേ ഏറെക്കാലം രോഗബാധിതയായിരുന്നു എന്നതുകൊണ്ട് സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണം എന്ന നിലയിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ അതിനെ കണക്കാക്കുന്നത്. പക്ഷെ എങ്ങനെ വരുമ്പോഴും ബംഗ്ലാദേശിന്റെ ഒരു ആധുനിക ബംഗ്ലാദേശിനെ കെട്ടിപ്പടുത്ത 2 വനിതകളിൽ ഒരാൾ ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ബാക്കിപത്രം. ഒരുപക്ഷെ ഈ 17 വർഷങ്ങൾക്ക് ശേഷം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ തിരിച്ച് ബംഗ്ലാദേശിലെത്തി. ഇന്നലെ നോമിനേഷൻ കൊടുത്തു. BNP ശക്തമായി തിരിച്ചു വരാൻ ഒരുങ്ങുന്നു. ആ ഒരു സമയത്ത് ഖാലിദ സിയയുടെ ഈ അന്ത്യം അത് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോവുക? ഏറെ രാഷ്ട്രീയ പരിചയം നേടേണ്ടതുണ്ട് താരിഖ് റഹ്മാൻ. അതായത് ബീഗം ഖാലിദ സിയയുടെ മകൻ എന്നത് മാത്രമല്ല, മുൻ പട്ടാള മേധാവി സിയാഉർ റഹ്മാന്റെ മകൻ കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഒരു രാഷ്ട്രീയ ഫാമിലിയിൽ നിന്ന് വരുന്ന പൊതുരംഗത്തെ ഏറെ പരിചയമുള്ള ഒരു ലെഗസിയാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് താരിഖ് റഹ്മാനിൽ വലിയ പ്രതീക്ഷയാണ് ബംഗ്ലാദേശിലെ ആളുകൾ വെച്ചു പുലർത്തുന്നത്. അതൊരു അംഗീകൃത രാഷ്ട്രീയ കക്ഷിയാണ്. അതായത് പുതിയതായി വന്ന ഏതാനും പാർട്ടികളുണ്ട്. ഇപ്പൊ ബാധിക്കപ്പെട്ട ഹാദി രൂപീകരിച്ച ഒരു ചെറിയ പാർട്ടിയുണ്ട്, ഇൻക്ലാബ് മഞ്ച് പാർട്ടി. അതുപോലെ ബംഗ്ലാദേശ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി. ഇതൊക്കെ പുതിയതായി രൂപപ്പെട്ട പാർട്ടികളാണ്. അപ്പൊ അതിന്റെയൊക്കെ നയങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ല. ഇന്ത്യയും അത് ആകാംക്ഷാപൂർവ്വം നോക്കി നിൽക്കുകയാണ്. പക്ഷെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഇന്ത്യക്കുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ പാർട്ടിയുടെ സാരഥ്യം ഏറ്റെടുക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കുകയും ജയിച്ചു വരാനുള്ള സാഹചര്യവും കാണുന്നു. കാരണം ബംഗ്ലാദേശിലെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ ഈ ബംഗ്ലാദേശിലെ ചില പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഗ്രൂപ്പുകളും ആരെ പിന്തുണയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ആരുടെ നിയന്ത്രണത്തിലാണ് യഥാർത്ഥത്തിൽ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ കാണുന്നത് ആരെയാണെങ്കിലും പിന്നിൽ നിന്നുകൊണ്ടുള്ള ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നത് ആരാണ് എന്നത് കാതലായ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും താരിഖ് റഹ്മാൻ മുന്നോട്ട് പോകും. താരിഖ് റഹ്മാൻ ഭരണപരിചയം തീരെ ഉണ്ടാവില്ല. പക്ഷേ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ മറ്റ് സമുന്നതരായ നേതാക്കൾ ഉണ്ട്. അവരുടെ സഹായത്തോടുകൂടി ഒരുപക്ഷെ ഭരണത്തിലെത്താൻ കഴിയും. പക്ഷേ ആ ഭരണകൂടം അങ്ങനെ എത്തിയാൽ പോലും ഭരണകൂടം നിയന്ത്രിക്കുന്നത് ആരാകും എന്ന ഒരു ആശങ്കയുണ്ട്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുമെന്നതിനെ കുറിച്ച് 100% വിശ്വാസമില്ലാതെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്ന പ്രൊജക്ഷൻസ് എല്ലാം തന്നെ. യഥാർത്ഥത്തിൽ അടുത്ത മാസം ഫെബ്രുവരി മാസം 12-ാം തീയതിയാണ് ഇലക്ഷൻ നടക്കേണ്ടത്. അതിനു മുൻപ് തികച്ചും കുഴഞ്ഞു പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിരന്തര പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്ക് മത്സരിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് അവാമി ലീഗിന്റെ പ്രവർത്തകർ ഇതിനെ നേരിടുന്നത്? ഇപ്പോഴും നിലവിൽ അവാമി ലീഗ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കക്ഷി. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ഭരണകൂടം ഒരു താൽക്കാലിക കാവൽ ഭരണകൂടം മാത്രമാണ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമല്ല. അതിനൊരു മാൻഡേറ്റുമില്ല. ഇടക്കാല ഒരു അധ്യക്ഷൻ മാത്രമാണ് ഇപ്പോഴത്തെ നേതാവ് മുഹമ്മദ് യൂനിസ്. അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഒരു പരീക്ഷണങ്ങൾക്കുള്ള സമയമായി ബംഗ്ലാദേശിൽ. ആ പരീക്ഷണങ്ങൾ എത്രത്തോളം വിജയകരമാകും, ഇന്ത്യ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നൊക്കെ ഇനിയും നോക്കി കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ്, ഞങ്ങളോട് ഇത്ര വിശദമായി തന്നെ പ്രതികരിച്ചതിന്. ബംഗ്ലാദേശിൻ്റെ
ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയ ഇന്ന് രാവിലെ ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മരിച്ചത്. 80 വയസ്സായിരുന്നു. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ചെയർപേഴ്സണാണ്. ലിവർ സിറോസിസും ആർത്രൈറ്റിസും അടക്കം നിരവധി രോഗങ്ങൾ അവരെ ബാധിച്ചിരുന്നു. 91 ആദ്യം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി, 96 വരെ തുടർന്നു. പിന്നീട് 2001-2006 കാലഘട്ടത്തിലും ഖാലിദ സിയ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി. മുൻ പ്രധാനമന്ത്രി സിയാവുർ റഹ്മാൻ്റെ ഭാര്യ കൂടിയായ ഖാലിദ സിയ ഭർത്താവിൻ്റെ കൊലപാതകത്തെ തുടർന്ന്, ഭർത്താവ് കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് 81 ഭരണ നേതൃത്വത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ, ലോകത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തയായ വനിതകളിൽ ഒരാളായി രേഖപ്പെടുത്തിയിട്ടുള്ള ബീഗം ഖാലിദ സിയ വിടവാങ്ങുമ്പോൾ അതൊരു ചരിത്രപരമായ സംഭവം കൂടിയാണ്. അതേസമയം ബംഗ്ലാദേശിൽ 13ാമത് പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടക്കുകയാണ്. BNPയുടെ ആക്ടിംഗ് ചെയർമാനായ ബീഗം ഖാലിദ സിയുടെ മകൻ താരിഖ് റഹ്മാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ധാക്ക 17, ബോഗ്ര 6 എന്നീ മണ്ഡലങ്ങളിൽ നിന്നായിരിക്കും താരിഖ് മത്സരിക്കുക. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണമെന്നും ഇന്ത്യ ആൾക്കൂട്ട ആക്രമണങ്ങളെ അപലപിച്ച് AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിനിടെ അജയ് സുധാ ബിജു വിവരങ്ങളുമായി. അജയ്, ഈ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. താരിഖ് റഹ്മാൻ 17 വർഷത്തിന് ശേഷം മടങ്ങിയെത്തി ഈ നേതൃത്വം ഏറ്റെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ബീഗം ഖാലിദ സിയയുടെ മരണം കൂടി ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് വിലയിരുത്തിയതുപോലെ അവർ തിരിച്ചുവരവിന് ഒരുങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ AIMIMൻ്റെ അടക്കം നിലപാട് ഇതൊക്കെ ശ്രദ്ധേയമാവുന്നുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എങ്ങനെയാകും, ഇതൊക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബംഗ്ലാദേശിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, BNPയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗ് എപ്പോഴും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ശ്രമിച്ചിരുന്നതെങ്കിൽ BNP ആദ്യം മുതൽ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്ത് ശക്തമായി മുന്നോട്ട് പോയിരുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ ബംഗ്ലാദേശിലെ ഇപ്പോഴുണ്ടായ ഒരു അനിശ്ചിതത്വം, അവിടുത്തെ ഇടക്കാല സർക്കാർ ഉൾപ്പെടെ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ തുടർച്ചയായി വരുന്നത്, അവിടെയുള്ള വിദേശകാര്യ മന്ത്രാലയം വരെ ഇപ്പോൾ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറെ ഡൽഹിയിൽ, ഇപ്പോൾ നിലവിൽ അവിടെയുള്ള വിസ സേവനങ്ങളെല്ലാം നിർത്തിയെങ്കിലും ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ അത് ഡൽഹിയിൽ തന്നെ തുടരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഉടൻ ധാക്കയിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അത് പ്രത്യക്ഷാൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. ഇന്ത്യ അത് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യത്തിൽ അത്തരമൊരു സംഭവം അത് ബംഗ്ലാദേശിലില്ല, ന്യൂനപക്ഷങ്ങൾ ഇവിടെ ആക്രമണത്തിന് ഇരയാകുന്നില്ല എന്ന് പ്രത്യക്ഷാൽ തന്നെ നിഷേധിച്ചുകൊണ്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയം ഉൾപ്പെടെ രംഗത്ത് വരുന്നു. അപ്പോൾ ഈ ഇത്തരത്തിൽ അനിശ്ചിതത്വം നിറഞ്ഞതും അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിക്കുന്നു, ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ BNP മുൻപ് കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയാണെങ്കിൽ പോലും അവർ അധികാരത്തിൽ വരുന്നത് അവിടെയുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതൊന്ന് സ്ഥിരപ്പെടുത്താൻ ഉപകാരമായേക്കും എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ എത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പൊതുവേദിയിൽ ഉന്നയിച്ചത്. അതായത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അവർക്കെതിരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കണം, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നെല്ലാം അദ്ദേഹം പൊതുവേദിയിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല അവരുടെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള തീരുമാനം, അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം, മുൻപ് അവരും ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമായിട്ടായിരുന്നു മത്സരിച്ചിരുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ വന്നിട്ടുള്ള ചില സർവേ റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. അത് ബംഗ്ലാദേശ് ആസ്ഥാനമായിട്ടുള്ള ചില പത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ സർവേ കണക്കുകൾ പുറത്തുവിട്ടതനുസരിച്ച് BNPക്കാണ് അവിടെയുള്ള തെരഞ്ഞെടുപ്പിൽ നേരിയ മുൻതൂക്കമുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ BNP രാഷ്ട്രീയപരമായി തന്നെ അവിടെ അധികാരത്തിൽ കയറുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ താരിഖ് റഹ്മാൻ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടുത്തെ
ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി വരുന്നത് ആ പാർട്ടിയുടെ ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിപ്പിക്കും. പിന്നെ ഒന്നാമതിപ്പോൾ ഖാലിദ സിയയുടെ മരണം, അതും ഇപ്പോൾ ഒരു സഹതാപ തരംഗം അത് ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ BNPയുടെ ചിഹ്നമായിട്ടുള്ള നെൽക്കതിർ അടയാളത്തിലാണ് ഇപ്പോൾ നിലവിൽ താരിഖ് റഹ്മാൻ മത്സരിക്കും എന്നറിയിച്ചിട്ടുള്ളത്. 2 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഒന്ന് ധാക്ക 17 അതുപോലെ തന്നെ ബോഗ്ര 6. ഈ 2 മണ്ഡലങ്ങളിലാണ് അദ്ദേഹം നിലവിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. BNPക്ക് വലിയൊരു ഭീഷണിയായി എതിർചേരിയിൽ ഉയരുന്ന ഒരു സഖ്യമെന്ന് പറയുന്നത് നാഷണൽ സിറ്റിസൺസ് പാർട്ടിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ആയി ചേർന്നുള്ള ഒരു സഖ്യമാണ്. നാഷണൽ സിറ്റിസൺ പാർട്ടി നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ 2024 ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള കലാപം, വിദ്യാർത്ഥി കലാപം ഉയർന്നു വന്നതിന് പിന്നാലെ അവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ രൂപീകരിച്ച ഒരു പാർട്ടിയാണ് നാഷണൽ സിറ്റിസൺസ് പാർട്ടി. അപ്പോൾ അവർ ആദ്യം മുതൽ തന്നെ ഇത്തരത്തിൽ അവർക്കെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കടുത്ത ഒരു തീവ്ര മത ആശയങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ അവർ നടത്തുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് അവർ നേതൃത്വം നൽകുന്നു എന്നീ ആരോപണങ്ങൾ മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ് നിലവിൽ അവർ ആദ്യം തന്നെ വർഗീയ പാർട്ടിയായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായി കൈകോർക്കുന്നത്. നിലവിൽ അവർ കൈകോർത്ത് ഒന്നിച്ച് മത്സരിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. മുൻപ് പ്രീപോൾ സർവേകൾ പ്രകാരം പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് ഏതാണ്ട് 34% വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരുന്നത്. നാഷണൽ സിറ്റിസൺ പാർട്ടിക്ക് ഏതാണ്ട് 6% വോട്ടുകൾ ലഭിക്കുമെന്നും സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒന്നിച്ചു ചേരുന്നത് അത് BNPക്ക് വലിയൊരു ഭീഷണി തന്നെയാണ്. ശരിയാണ് അജയ്. ഇനി അതൊക്കെ എങ്ങനെ സ്വാധീനിക്കും? ഈ പുതിയ സമവാക്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അജയ് നൽകും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്ലോറിഡയിലെ ട്രംപിന്റെ മാർ എ ലാഗോ റിസോർട്ടിലായിരുന്നു കൂടിക്കാഴ്ച. ഗാസ സമാധാന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയായിരുന്നു ഇത്. അജയ് തന്നെ വിവരങ്ങൾ നൽകും. അജയ്, എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ കൂടിക്കാഴ്ച? ശ്രീജ, ഇപ്പോൾ നിലവിലെ ഈ സമാധാന പദ്ധതി അതിൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കാത്തതിൽ ട്രംപ് കടുത്ത അമർഷം അത് മാധ്യമങ്ങൾ വഴി തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ആദ്യഘട്ട ചർച്ചകൾ അത് സുഗമമായി തന്നെ നടന്നു. ആദ്യഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് ഏറെക്കുറെ പൂർണ്ണമായി എന്ന് തന്നെ പറയാം. എന്നാലും നിലവിൽ ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് വിട്ടു നൽകാനുണ്ട് എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഇവരുടെ ഈ ഒരു റാൻ ഗിലി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ് ഇനിയും ഇസ്രായേലിന് ലഭിക്കാനുള്ളത്. ഇവരുടെ കുടുംബാംഗങ്ങളും കൂടി ഇന്നലെ ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഈ മൃതദേഹം കൂടി ഹമാസ് വിട്ടു നൽകണം എന്ന ശക്തമായിട്ടുള്ള ആവശ്യം ട്രംപ് ഇന്നലെ ഉന്നയിക്കാൻ കൂടി മറന്നിട്ടില്ല. അപ്പോൾ ആദ്യഘട്ടം ഈ ഒരു മൃതദേഹത്തിൻ്റെ കാര്യം ഒഴിച്ചു നിർത്തിയാൽ ആദ്യഘട്ടം ഏറെക്കുറെ വിജയകരമായി തന്നെ പൂർത്തിയാക്കി. 2ാം ഘട്ടം ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണെന്ന് അന്ന് തന്നെ പലരും പറഞ്ഞിരുന്നതാണ്. നമ്മളന്ന് ചർച്ച ചെയ്തപ്പോൾ ഉൾപ്പെടെ എടുത്തു സൂചിപ്പിച്ച കാര്യമാണ്. അതായത് 2ാം ഘട്ടത്തിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ ഹമാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിരായുധീകരണം, അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരിക, ഈ ഇടക്കാല സർക്കാരിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡ് അതിന് നേതൃത്വം വഹിക്കുക, അതുപോലെ ഈ പൂർണ്ണമായിട്ടും ഈ പലസ്തീൻ മേഖലയിൽ നിന്ന് ഈ ഗാസ മുനമ്പിൽ നിന്നുള്ള ഈ ഇസ്രായേലിൻ്റെ പിന്മാറ്റം, അതുപോലെ തന്നെ അവിടെയുള്ള മറ്റു കാര്യങ്ങൾ, ഈ ഒരു അന്താരാഷ്ട്ര സേനയെ ഗാസയിൽ വിന്യസിക്കുമെന്ന് പറഞ്ഞു, അവരുടെ ഈ വിന്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഈ 2ാം ഘട്ടത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഈ 2ാം ഘട്ടം വേഗത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ട്രംപും നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടന്നിട്ടുള്ളത്. നെതന്യാഹുവും ഈ 2ാം ഘട്ടം വേഗം തന്നെ നടപ്പിലാക്കണം എന്നൊരാവശ്യം ട്രംപിനോട് ഉന്നയിച്ചു. അതുമാത്രമല്ല, ഇസ്രായേലിനിപ്പോൾ നിലവിൽ നേടേണ്ടി വന്നിട്ടുള്ള ഹമാസ് മാത്രമല്ല അവർക്കൊരു ഭീഷണിയായിട്ടുള്ളത്, ഇറാൻ്റെ ഭാഗത്തു നിന്നും പിന്നെ അതുപോലെ തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നും അവർക്കുള്ള ഭീഷണികൾ, ആ ഒരു ആശങ്ക അദ്ദേഹം നെതന്യാഹു ട്രംപിനോട് പങ്കുവച്ചു. അപ്പോൾ നെതന്യാഹുവിനെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ട്രംപ് ഇന്നലെ സ്വീകരിച്ചത്. നെതന്യാഹു യുദ്ധകാല പ്രധാനമന്ത്രിയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ ഒരു ഭരണാധികാരി അല്ല ഇസ്രായേൽ ഭരിച്ചിരുന്നതെങ്കിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഇന്ന് ഉണ്ടാകില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദിക്കേണ്ടതാണ്
എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞു വെച്ചു. അതുപോലെ ഹമാസിനെയും ഇറാനെയും ഹിസ്ബുള്ളയും ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടും ട്രംപ് സ്വീകരിച്ചു. അതായത് ഹമാസ് പൂർണ്ണമായിട്ട് നിരായുധീകരിക്കണം, അതാണ് അവർ പറഞ്ഞ വാക്ക് പാലിക്കണം, ഇല്ലെങ്കിൽ നരകതുല്യമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നൊരു ഭീഷണി ഉന്നയിച്ചു. ഇറാന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു ഭീഷണി കൂടി ട്രംപ് ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസത്തിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ അവർ അതേസമയം തന്നെ നിയന്ത്രിച്ചു വരുന്നുണ്ട്. പാകിസ്ഥാൻ അന്താരാഷ്ട്ര സേന വിന്യാസത്തിന് വേണ്ടി അവരുടെ സേനയെ അയക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിന്റെ ചർച്ചകൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇന്നലത്തെ ഒരു കൂടിക്കാഴ്ച സഹായകരമായത്. അജയ് സുധ ബിജുവാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ CPI സംസ്ഥാന കൗൺസിൽ ഇന്ന് യോഗം ചേരും. ശബരിമല സ്വർണ്ണക്കൊള്ളയും ഭരണവിരുദ്ധ വികാരവും മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും പരാജയത്തിന് കാരണമായെന്നായിരുന്നു സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്ന വിമർശനം. ഭരണവിരുദ്ധ വികാരമില്ലെന്ന CPMന്റെ വിലയിരുത്തലിന് കടകവിരുദ്ധമാണ് ഈ വിമർശനങ്ങൾ. സംസ്ഥാന കൗൺസിലിലും സമാന വിമർശനങ്ങൾക്കാണ് സാധ്യത. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പത്മകുമാറിനെ സംരക്ഷിച്ചത് തിരിച്ചടിച്ചെന്നും CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. 93ാമത് ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. തീർത്ഥാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ മുഖ്യാതിഥിയാകും. മഹാതീർത്ഥാടന സമ്മേളനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മുഖ്യാതിഥിയാകും. എസ് അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, കേരളത്തിൻ്റെ ഏറ്റവും വലിയ തീർത്ഥാടന പരിപാടികളിലൊന്നാണ് ശിവഗിരി തീർത്ഥാടനം. അവിടെയാണ് ഇത്രയും വലിയൊരു വിപുലമായ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് തയ്യാറെടുപ്പ്? 93ാമത് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് രാവിലെ 7:30 ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ധർമ്മപതാക ഉയർത്തി. ഇതോടുകൂടിയാണ് ഔദ്യോഗികമായി തീർത്ഥാടനം തുടങ്ങുന്നത്. ഇന്ന് മുതൽ 3 ദിവസം ഈ വർക്കല മേഖലയിലേക്ക് രാവും പകലുമില്ലാതെ ഈ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗുരുഭക്തർ ഒഴുകിയെത്തും. ഇന്ന് 10 മണിയോടുകൂടി ആണ് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നത്. തുടർന്ന് 14 സമ്മേളനങ്ങൾ, ഗുരുവിന്റെ സന്ദേശങ്ങളിൽ അധിഷ്ഠിതമായ 14 സമ്മേളനങ്ങളാണ് ശിവഗിരിയിൽ നടക്കുന്നത്. ഗുരു ശിഷ്യൻ സ്വാമി ബോധാനന്ദയുടെ അഭിഷേക ശതാബ്ദി, ഗുരു മഹാത്മാജി സമാധ സമ്മേളനം, ഇത് തുടർന്ന് സ്വാമി സത്യവ്രത സമാധി ശതാബ്ദി തുടങ്ങി എന്നിവയുടെ നിറവിലാണ് ഇത്തവണത്തെ തീർത്ഥാടനം നടക്കുന്നത്. 30 രാവിലെ 11 മണിക്ക് ഇന്ന് 11 മണിയോടുകൂടി വിദ്യാഭ്യാസ സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജനുവരി 1 രാവിലെ 10 മണിക്കാണ് തീർത്ഥാടന ലക്ഷ്യം സംഘടന എന്ന വിഷയത്തിലുള്ള സമ്മേളനങ്ങൾ നടക്കുന്നത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. 31 രാവിലെ 5:30 തീർത്ഥാടന ഘോഷയാത്ര വർക്കലയിൽ നടക്കുന്നത്. മഹാസമാധിയിൽ നിന്നുള്ള നഗരപ്രദക്ഷിണത്തിന് ശേഷമാണ് 9:30 തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. എന്തായാലും ഈ 3 ദിവസത്തേക്കുള്ള വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ശിവഗിരിയിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ശരി, എസ് അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ് ഇത്തവണത്തെ തീർത്ഥാടന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായി എത്തുന്നത് ഉപരാഷ്ട്രപതിയാണ്. ആലപ്പുഴയിൽ ഇന്ന് ഹോട്ടലുകൾ അടച്ചിടുകയാണ്. പക്ഷിപ്പനിയെ തുടർന്ന് കോഴിയിറച്ചി വിഭവങ്ങൾ നിരോധിച്ചതിനെ തുടർന്നാണ് തീരുമാനം. ശീതീകരിച്ച ഇറച്ചി ഉപയോഗിക്കാൻ പോലും അനുമതിയില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ആലപ്പുഴയുടെ ഒരു മൊത്തത്തിലുള്ള ടൂറിസം ഏറ്റവും നന്നായിരിക്കുന്ന ഒരു സമയമാണ്. ഹോട്ടലുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ ഉണ്ടാവുന്ന ഈ പ്രതിസന്ധിയെ അവർ കാര്യമായി തന്നെ അവരെ ബാധിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് അവർ പ്രതിഷേധിക്കുന്നത്? ശ്രീജ, ആലപ്പുഴയിൽ ഹോട്ടലുകളിൽ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ചിക്കൻ വിഭവങ്ങൾ വിതരണം ചെയ്യരുത് എന്നുള്ള
നിർദ്ദേശമാണ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആലപ്പുഴയിൽ 5 പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. ഈ പ്രഭവ കേന്ദ്രത്തോട് ചുറ്റുപാടുമുള്ള 10 കിലോമീറ്റർ ചുറ്റളവിൽ ഹോട്ടലുകളിൽ ബുധനാഴ്ച വരെ ഇത്തരത്തിൽ ചിക്കൻ വിഭവങ്ങൾ നൽകരുത് എന്നുള്ള നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്ന് വന്നതോടെയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. ഹോട്ടൽ ഉടമകൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രാവിലെ മുതൽ പുലർച്ചെ മുതൽ തന്നെ ഹോട്ടലുകൾ അടച്ച് പ്രതിഷേധിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നലെ അവര് കളക്ടറേറ്റിന് മുന്നിൽ മാർച്ച് നടത്തുകയും കളക്ടറുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല എന്നുള്ളത് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചതോടുകൂടിയാണ് പ്രതിഷേധം രൂക്ഷമായത്. 31 വരെയാണ് ആലപ്പുഴ ജില്ലയിൽ ഇത്തരത്തിൽ ഈ ഭക്ഷണ വിഭവങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യരിലേക്ക് പക്ഷിപ്പനി പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇത് എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇതൊരു കേന്ദ്ര പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ സംസ്ഥാനത്തിലും എടുക്കാൻ കഴിയുക. അത്തരം നിർദ്ദേശത്തിന് കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസത്തിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വിനോദസഞ്ചാര മേഖലയിൽ കടന്നു പോകുന്നത്. കാരണം ബീച്ച് ഫെസ്റ്റിവൽ അടക്കം തുടങ്ങിയിരിക്കുന്നു. മാത്രമല്ല ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ അളവ് വലിയ തോതിൽ കൂടിയ ഒരു വർഷം കൂടിയാണ് എന്നുള്ളതാണ്. അത്തരത്തിൽ 100 കണക്കിന് 1000 ആളുകളാണ് ആലപ്പുഴ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ പ്രതിസന്ധി ഇക്കാര്യത്തിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇത്രയധികം ആളുകൾ വരുന്ന ഒരു ഘട്ടത്തിൽ ഇവരെ ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് എന്നുള്ള ഒരു പ്രതിസന്ധി അനുഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ബീച്ച് ഫെസ്റ്റിവൽ അടക്കം നടക്കുന്ന ഇടങ്ങളിലൊക്കെ 1000 ആളുകളാണ് ദിവസേന വന്നു പോകുന്നത് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധി ആളുകൾക്കിടയിലേക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ശീതീകരിച്ച ഇറച്ചി വിഭവങ്ങൾ, അതായത് താറാവാണെങ്കിലും അതുപോലെ തന്നെ കോഴിയാണെങ്കിലും അത്തരത്തിൽ ഉള്ള ശീതീകരിച്ച ഭക്ഷണ വിഭവങ്ങൾ നൽകാൻ തയ്യാറാവണം എന്നുള്ളതാണ്. പക്ഷെ അത് നിലവിൽ സാഹചര്യത്തിൽ അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് നിരോധനവും ബാധകമാണ്. അതായത് ഇത് മാത്രമായിട്ട്, അത് ചിക്കൻ വിഭവങ്ങൾ മാത്രം നൽകുന്ന KFC പോലെയുള്ള ചിക്കിങ് പോലെയുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ഇത് വലിയ നഷ്ടം ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് ഫ്രോസൺ ചിക്കനാണ്. അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സൂക്ഷിച്ചിരുന്നതാണ്. അത് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത അടക്കമുള്ളത് പ്രായോഗികമായി നിലനിൽക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും 3 കൂടി ഇപ്പോൾ സാമ്പിളുകൾ പുതുതായി ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ഇത് പക്ഷിപ്പനി പടരുന്നതായുള്ള സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ഒരു കടുത്ത നിയന്ത്രണത്തിലേക്ക് പോകേണ്ടി വരും. നമുക്കറിയാം ക്രിസ്മസ് വിപണിയുമായി ബന്ധപ്പെട്ട് ഉള്ള അതിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിലാണ് ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. അമ്പലപ്പുഴ അടക്കമുള്ള പഞ്ചായത്തുകൾ, ഹരിപ്പാട് മേഖലകളിലെ പഞ്ചായത്തുകൾ, കുട്ടനാട് തകഴി മേഖലകളിലൊക്കെയാണ് ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നത്. ആലപ്പുഴ ജില്ലയ്ക്കൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും നിലവിൽ ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. കള്ളിങ് അടക്കമുള്ള 19,000-ഓളം പക്ഷികളെയാണ് കഴിഞ്ഞ ദിവസം കള്ളിങ്ങിന് വിധേയരാക്കി നശിപ്പിച്ചിട്ടുള്ളത്. വലിയ പ്രതിസന്ധിയിലേക്കാണ് ആലപ്പുഴയിലെ ഒരു സമ്പദ് വ്യവസ്ഥ തന്നെ പോകുന്നത്. ടൂറിസം സീസണാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഒരുപാട് പേരെത്തുന്നതാണ്, വിദേശികൾ ഉൾപ്പെടെ. ആ സമയത്താണ് ഹോട്ടലുകളിൽ ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. കർഷകരും വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിലുമാണ് ഉള്ളത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട് എത്രത്തോളം ഗുരുതരമായി ആലപ്പുഴയെ പക്ഷിപ്പനി ബാധിക്കുമെന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധം നടക്കുന്നത്. ഇനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തിന് ഇന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്രം തുറക്കും. തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ മേൽശാന്തി PD പ്രസാദ് നട തുറക്കും. മേൽശാന്തി സന്നിധാനത്തെ ആഴിയിൽ അഗ്നി പകർന്ന ശേഷം തീർത്ഥാടകർക്ക് 18ാം പടി കയറി ദർശനം നടത്താം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഭക്തർ വളരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നതാണ് മകരവിളക്ക് മഹോത്സവം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്ന് നട തുറക്കുന്നതോടെ ഇനി മകരവിളക്കിനായുള്ള കാത്തിരിപ്പാണ്. എങ്ങനെയാണ് സന്നിധാനത്തെ തയ്യാറെടുപ്പുകൾ? ശ്രീജ, ഗുഡ് മോർണിംഗ്. മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇനി 2 ആഴ്ച മാത്രമാണ് മകരവിളക്കിന് ശേഷിക്കുന്നത്. ജനുവരി 14-നാണ് മകരവിളക്ക്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് സന്നിധാനത്ത്. അതുകൊണ്ട് തന്നെ അതിന് തക്കവണ്ണം മുന്നൊരുക്കങ്ങളാണ് ഇവിടെ ഇനി പൂർത്തിയാകുക.
പ്രധാനമായിട്ടും ഇന്ന് നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ വൈകുന്നേരം 5 മണിയോടെ നട തുറക്കും. തുടർന്ന് ഇന്ന് ദർശനത്തിനുള്ള സാഹചര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. ഈ വിഷയത്തിൽ നാളെ രാവിലെ മുതൽ സാധാരണഗതിയിൽ തന്നെ ഉള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോലീസിൻ്റെ പുതിയ ബാച്ച് ഇന്ന് ചാർജ് എടുക്കും. മകരവിളക്ക് തീർത്ഥാടനം ആ സമയത്തേക്ക് കൂടിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്ന് നിയോഗിച്ചിരിക്കുന്നത്. പുതിയ ബാച്ച് ഇന്ന് ഇവിടെ എത്തുന്നതോടെ കൂടുതൽ സുരക്ഷയ്ക്കും മറ്റ് സംവിധാനങ്ങൾക്കും കൂടുതൽ ഉദ്യോഗസ്ഥരും നിയോഗിക്കപ്പെടുന്നു. നമുക്കറിയാം ഏറ്റവും അധികം തിരക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് ഈ ഒരു മകരവിളക്കിൻ്റെ സമയത്താണ്. അപ്പോൾ മകരവിളക്കിന് മുന്നേ തന്നെ ആളുകൾ ഇവിടേക്ക് എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് തുടങ്ങിയിട്ടുള്ളത്. മാത്രമല്ല വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് അത് കൂടുതൽ ഈ ദിവസങ്ങളിൽ തിരക്കുള്ള ദിവസങ്ങളിൽ 30,000 50,000 ആയിട്ട് പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ തിരക്കുള്ള ഒരു തീർത്ഥാടനകാലം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ സന്നിധാനത്ത് പുരോഗമിക്കുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് മകരവിളക്ക് തീർത്ഥാടനത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ നട തുറക്കുക. ശരി അനുമോദ്, അപ്പോൾ എന്തായാലും ഒരു ഭക്തിസാന്ദ്രമായ വളരെ സുഖകരമായ ഒരു മകരവിളക്ക് തീർത്ഥാടനം അവിടെ എത്തുന്ന ഭക്തർക്കൊക്കെ ഉണ്ടാവട്ടെ, അനുമോദനുൾപ്പെടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മൾ സ്പെഷ്യൽ ഡേയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസ് നോക്കാം. കോഴിക്കോട് നരിക്കുനിയിൽ ജിയ മോളുടെ 5ാം പിറന്നാളാണിന്ന്. ആശംസയുമായി കുടുംബാംഗങ്ങളായ ജിതിന മോളും ഒക്കെയുണ്ട്. ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ജിയ. ശരി, അപ്പോൾ എന്തായാലും രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുണ്ട്. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുള്ള വാർത്തകളൊക്കെ വരാനുണ്ട്. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ 9 മണിക്ക് മടങ്ങിയെത്താം. അതിനിടയിൽ പോലീസ് പെട്രോൾ.